ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഭാഗം ഫസ്റ്റ് ചാപ്റ്ററിൽ ബേസിക് അക്കൗണ്ടിങ് ടേംസ് എന്നുള്ള ഭാഗമാണല്ലേ. അതിനകത്ത് കുറേ ടേംസുകൾ നമ്മൾ പഠിച്ചിരുന്നു. നമ്മൾ ലാസ്റ്റ് പഠിച്ച അസറ്റ്, അതുപോലെ തന്നെ അസറ്റിൻ്റെ ടൈപ്സ്, ഇൻകം, ലോസ്, ഇതുവരെയാണല്ലോ നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ. ശരി, നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് വരാം. ഗെയിൻ ഓർ പ്രോഫിറ്റ്. ഗെയിൻ ഓർ പ്രോഫിറ്റ് എന്താണ്? ഗെയിൻ, അക്കൗണ്ടിങ്ങിൽ ഗെയിൻ എന്ന് പറയുന്നത് എന്താ അർത്ഥം, അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ് അർത്ഥം? ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ് ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ ആൻഡ് റെപ്രസെൻറ്റ്സ് ഇൻക്രീസ് ഇൻ നെറ്റ് അസറ്റ്സ് ഓർ ഓണേഴ്സ് ഇക്വിറ്റി. അപ്പോൾ ഗെയിൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയാൻ എന്താണ് അർത്ഥം? രണ്ട് വിധത്തിൽ നമ്മളതിനെ പറയാം. എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ്, ചെലവിനേക്കാളിലും വരുമാനത്തിൽ എത്രത്തോളം വർധനമുണ്ട്, മനസ്സിലായോ? ചെലവിനേക്കാളിലും ഉണ്ടാകുന്ന വർധനവ്. ആൻഡ് റെപ്രസെൻറ്റ്സ് ഇൻക്രീസ് ഇൻ നെറ്റ് അസറ്റ്, അത് നമ്മുടെ അറ്റ ആസ്തികളെ അല്ലെങ്കിൽ നെറ്റ് അസറ്റ് അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി, ഉടമസ്ഥരുടെ ഭാഗം എത്രത്തോളം വർധനമുണ്ട്, ഇതിനെയൊക്കെയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്ന അർത്ഥം എന്താണ്? നമുക്കുള്ള ഷെയറിൻ്റെ വർധനവുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ അസറ്റുകൾ വർദ്ധിക്കും, നമ്മുടെ ചെലവിനേക്കാളിലും വരവ് കൂടുതലായിരിക്കും. ആ വ്യത്യാസമൊക്കെയാണ് എന്ത്? പ്രോഫിറ്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരി, ഇനി നമ്മൾ അക്കൗണ്ടിങ്ങിൽ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു ടേം പർച്ചേസ്. നമുക്കറിയാം പർച്ചേസൊക്കെ എന്താണെന്ന് നമുക്കറിയാം. എന്നാൽ അക്കൗണ്ടൻസിൽ സാധാരണ രീതിയിൽ നമുക്ക് പർച്ചേസ് എന്ന് പറയുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്രൊക്യൂർഡ് ബൈ എ ബിസിനസ് കൺസേൺസ് ഫോർ ക്യാഷ് ഓർ ഓൺ ക്രെഡിറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് സെയിൽ ഓർ ഫോർ കൺവേർഷൻ ഇൻ ടു ഫിനിഷ് ഗുഡ്സ് ഫോർ സെയിൽ ഈസ് നോൺ ആസ് പർച്ചേസ്. മനസ്സിലായോ? പർച്ചേസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വാങ്ങിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് അല്ലേ. എന്നാൽ ഇവിടെ നമുക്ക് ചിലപ്പോൾ ദൈർഘ്യമേറിയ ഒരു നിർവചനമാണ് കൊടുത്തിരിക്കുന്നത്. പർച്ചേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ് സ്ഥാപനം അവർക്ക് വേണ്ടിയിട്ടുള്ള ഗുഡ്സ് അല്ലെങ്കിൽ സാധനങ്ങൾ, ഒരു ബിസിനസ് സ്ഥാപനം അവർക്ക് വേണ്ടിയിട്ടുള്ള ഗുഡ്സോ സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? കടമായിട്ടോ പണം കൊടുത്തോ വാങ്ങിക്കുന്നതിന് പറയുന്ന പേരാണ് പർച്ചേസ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാങ്ങിക്കുന്നത്? ഫോർ ദ പർപ്പസ് ഓഫ് സെയിൽ ഓർ ഫോർ കൺവേർഷൻ ഇൻ ടു ഫിനിഷ് ഗുഡ്സ്. രണ്ട് ഉദ്ദേശത്തിലായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ്? നമ്മൾ ഈ സാധനം ബിസിനസ്സുകാർ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനാണ് കസ്റ്റമേഴ്സിന് വിൽക്കാനല്ലേ. അല്ലെങ്കിൽ അവരെന്തിനു വേണ്ടിയായിരിക്കും? ആ സാധനം ചിലപ്പോൾ റോ മെറ്റീരിയൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളായിരിക്കാം. അത് ഫിനിഷ് ഗുഡ്സാക്കി മാറ്റിയിട്ട് വീണ്ടും വിൽക്കുക. അപ്പോൾ കസ്റ്റമർക്ക് വിൽക്കാനോ അല്ലെങ്കിൽ ഫിനിഷ് ഗുഡ്സാക്കി മാറ്റിയിട്ട് വിൽക്കാനോ നമ്മൾ ആ ഉദ്ദേശത്തിന് വേണ്ടി എവിടെ നിന്നെങ്കിലും സാധനങ്ങൾ കടമായിട്ടോ പണം കൊടുത്തോ വാങ്ങിക്കുന്നതിനെയാണ് പർച്ചേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ സാധനം കടയിൽ പോയി വാങ്ങിക്കുന്നതിനെ പർച്ചേസ് എന്നല്ല പറയുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾ സാധാരണ ഒരു കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ പർച്ചേസ് എന്ന് പറയാറുണ്ടല്ലേ. എന്നാൽ ആ അർത്ഥത്തിലല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ബിസിനസ് സ്ഥാപനം അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള ഗുഡ്സ് അത് കസ്റ്റമർക്ക് വിൽക്കാനോ അല്ലെങ്കിൽ വീണ്ടും നമ്മളത് ഫിനിഷ് ഗുഡ്സാക്കി മാറ്റാനോ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ആ ഒരു ഉദ്ദേശത്തിൽ ഗുഡ്സ് അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിച്ചാൽ അതിന് പറയുന്ന പേരാണ് പർച്ചേസ്. ക്ലിയറായോ? ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്രൊക്യൂർഡ് എന്ന് പറയുമ്പോൾ ആർജിക്കുക, നേടുക, കൊണ്ടുവരിക എന്നൊക്കെ അർത്ഥം. ബൈ എ ബിസിനസ് കൺസേൺ, ഒരു ബിസിനസ് സ്ഥാപനത്താൽ വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ആർജിക്കുന്നു. എങ്ങനെയാണ്? ഫോർ ക്യാഷ് ഓർ ഓൺ ക്രെഡിറ്റ്, ഒന്നെങ്കിൽ കടമായിട്ടോ അല്ലെങ്കിൽ ക്യാഷായിട്ടോ, ക്യാഷിലോ കടമായിട്ടോ. എന്തുദ്ദേശത്തിൽ? ഫോർ ദ പർപ്പസ് ഓഫ് സെയിൽ, ഒന്നെങ്കിൽ വിൽപ്പനയ്ക്ക് വേണ്ടിയായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്. അതല്ലെങ്കിലോ ഓർ ഫോർ കൺവേർഷൻ ഇൻ ടു ഫിനിഷ് ഗുഡ്സ്, അതല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളത് ഫിനിഷ് ഗുഡ്സാക്കി മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കാം. എന്തിനു വേണ്ടിയാണ് അങ്ങനെ മാറ്റുന്നത്? അതും ഫോർ സെയിൽ അല്ലേ, വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് നമ്മളിത് ഫിനിഷ് ഗുഡ്സാക്കി മാറ്റുന്നത്. ഈ ഒരു ഉദ്ദേശത്തിൽ സാധനങ്ങൾ വാങ്ങിച്ചാൽ അതിന് പറയുന്ന പേരാണ് പർച്ചേസ്. ഓക്കെ, ഇനി സെയിൽ എന്താണ്? വിൽപ്പന എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇതിൽ വിൽപ്പന എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സാധനം വിൽക്കുക അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് സെയിൽ? ഇറ്റ് ഈസ് എ ഇൻകം ഏൺഡ് ഫ്രം ദ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് റെൻറ്റഡ്. സെയിൽ എന്താണ്? സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇൻകം ഏൺഡ് ഫ്രം ദ സെയിൽ ഓഫ് എ ഗുഡ്സ് ഓർ സർവീസ് റെൻറ്റഡ്. അതായത് നമ്മൾ ഏതെങ്കിലും സാധനമോ സേവനമോ വിൽപ്പന നടത്തിയതിന് ശേഷം അല്ല വിൽപ്പന നടത്തിയതിലൂടെ വരുമാനം ആർജിച്ചാൽ അതിന് പറയുന്ന പേരാണ് സെയിൽ. വരുമാനം ആർജിക്കുക എന്ന ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ ആ ഉദ്ദേശത്തിൽ വിൽപ്പന, എന്ത് വിൽപ്പന നടത്തിയാൽ ഗുഡ്സ് ഓർ സർവീസ്, സാധനങ്ങളോ സേവനങ്ങളോ നമ്മൾ കൊടുത്താൽ അതിന് പറയുന്ന പേരാണ് സെയിൽ. സെയിൽസ് മേ ബി ക്യാഷ് സെയിൽസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ്. സെയിൽസിനെ നമ്മൾ ബേസിക്കലി രണ്ടായിട്ട് തിരിക്കാം. ക്യാഷ് സെയിൽസും ഉണ്ട്, ക്രെഡിറ്റ് സെയിൽസും ഉണ്ട്. ദ എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് സെയിൽസ്. നമ്മൾ ഏതെങ്കിലും നമ്മുടെ അസറ്റ് വിറ്റിട്ട് പൈസ വാങ്ങിച്ചാൽ, ഏതെങ്കിലും നമ്മുടെ ആസ്തികൾ വിറ്റിട്ട് പൈസ വാങ്ങിച്ചാൽ അതൊരു വിൽപ്പനയാണ്. പക്ഷേ നമ്മുടെ അക്കൗണ്ടിങ്ങിൽ വിൽപ്പന എന്നല്ല സെയിൽ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തില്ല. മനസ്സിലായോ?
സെയിൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ഗുഡ്സ് ആയിരിക്കണം. ബിസിനസ്സിൻ്റെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള വിൽപ്പന നടത്തുന്ന ഗുഡ്സ് ആയിരിക്കണം. അല്ലാതെ അസറ്റുകൾ വിൽപ്പന നടത്തിയാൽ അതിന് സെയിൽ എന്ന് നമ്മൾ പറയില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സെയിൽ എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള സെയിൽസ് ഉണ്ട്. ക്യാഷ് സെയിൽസും ഉണ്ട്, ക്രെഡിറ്റ് സെയിൽസും ഉണ്ട്. അതായത് നമ്മൾ സാധനങ്ങൾ പണം വാങ്ങിച്ച് വിറ്റാൽ അത് ക്യാഷ് സെയിൽസും, കടമായിട്ട് വിറ്റാൽ അത് ക്രെഡിറ്റ് സെയിൽസുമാണ്. അടുത്ത സ്റ്റോക്ക്. എന്താണ് സ്റ്റോക്ക്? ദ ഗുഡ്സ് അവൈലബിൾ വിത്ത് ദ ബിസിനസ് ഫോർ സെയിൽ ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ് ഈസ് ടേംഡ് ആസ് സ്റ്റോക്ക്. ഒരു പ്രത്യേക ദിവസം ബിസിനസ്സിൽ ലഭ്യമായിരിക്കുന്ന അല്ലെ അവൈലബിൾ ആയിരിക്കുന്ന സാധനങ്ങൾ, സ്റ്റോക്ക്. മനസ്സിലായോ? സാധനങ്ങളെയാണ് സ്റ്റോക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തിനു വേണ്ടിയുള്ളതാണ് ഈ സാധനങ്ങൾ? ഫോർ സെയിൽ. അപ്പോൾ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ, അവയാണ് നമ്മൾ സ്റ്റോക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബിസിനസ്സിലെ സ്റ്റോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു പ്രത്യേക ഡേറ്റിൽ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ പുറത്തുള്ളവർക്ക് വിൽപ്പനയ്ക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളെയാണ് എന്ത് പറയുന്നത്? സ്റ്റോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് വേരീസ് വിത്ത് എവറി ട്രാൻസാക്ഷൻ ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ. അപ്പം ഈ സ്റ്റോക്കിൻ്റെ അളവ് എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. എങ്ങനെ മാറിക്കൊണ്ടിരിക്കും? എല്ലാ പർച്ചേസും സെയിലും നടത്തുമ്പോൾ സ്റ്റോക്ക് മാറിക്കൊണ്ടിരിക്കും. വിൽപ്പന നമ്മൾ പർച്ചേസ് നടത്തിയാൽ സ്റ്റോക്ക് കൂടും, സെയിൽ നടത്തിയാൽ സ്റ്റോക്ക് കുറയും. മനസ്സിലായോ? അപ്പം ഓരോ പർച്ചേസിലും ഓരോ സെയിൽസിലും എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും? ഈ സ്റ്റോക്കിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും, വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ദ വാല്യൂ ഓഫ് ഗുഡ്സ് റിമൈനിങ് അൺസോൾഡ് അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരീഡ് ഇസ് ടേംഡ് ആസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതുകൊണ്ട് ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനം വിൽപ്പന നടത്താൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എന്നാൽ വിൽക്കാത്ത സാധനങ്ങൾക്ക് പറയുന്ന പേരാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇപ്പം എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ? ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം വിൽക്കാതിരിക്കുന്ന അൺസോൾഡ് ആയിട്ടിരിക്കുന്ന സാധനങ്ങൾക്ക് പറയുന്ന പേരാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പം എന്താണ് സ്റ്റോക്ക് എന്താണെന്ന് മനസ്സിലായോ? വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൈവശം ഇരിക്കുന്ന എല്ലാ സാധനങ്ങളുമാണ് സ്റ്റോക്ക്. ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് ആർ പേഴ്സൺസ് ആൻഡ് അതർ എൻറ്റിറ്റീസ് ഹൂ ഓ മണി ടു ദ ബിസിനസ് ഓൺ റെസീപ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഓൺ ക്രെഡിറ്റ്. ഡെപ്റ്റേഴ്സ് ആരാണ്? നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് പണം തരാനുള്ളവർ, അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തോട് കടപ്പെട്ടിരിക്കുന്നവർ. എങ്ങനെയാണ് നമ്മളോട് കടപ്പെട്ടിരിക്കുന്നത്? അല്ല, എന്താണ് കാരണം? നമ്മളിൽ നിന്നും സാധനങ്ങളോ സേവനങ്ങളോ അവർ കടമായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവരെയാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥമൊക്കെ മാറിപ്പോരുത്. കൃത്യമായ മീനിങ് ഓർത്തിരിക്കുക. കാരണം നമുക്ക് തുടർന്നുള്ള എല്ലാ അധ്യായങ്ങളിലും ഇതെല്ലാം വേണ്ടതാണ്. അക്കൗണ്ടിങ് എവിടെയൊക്കെ പഠിച്ചാലും ഈ ടൈമുകൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടാകില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ഇതിൻ്റെ അർത്ഥം ഓർത്തിരിക്കുക. ഡെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിന് പണം തരാനുള്ളവരാണ്. എന്തുകൊണ്ടാണ് അവർ പണം തരാനുള്ളവർ? അവർ നമ്മളിൽ നിന്നും മുൻപ് എപ്പോഴോ സാധനങ്ങളോ സേവനങ്ങളോ കടമായിട്ട് കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മൾ ബെനിഫിറ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പണം തന്നിട്ടില്ല. അപ്പോൾ അവരെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ട്സ് റിസീവബിൾ. ഇറ്റ് ഈസ് എ ടോട്ടൽ എമൗണ്ട് ഓഫ് ഡ്യൂ ബൈ ഡെപ്റ്റേഴ്സ് ആൻഡ് ദ എമൗണ്ട് ഓഫ് ബിൽസ് റിസീവബിൾ ദാറ്റ് ദ കൺസേൺ ഹാസ് വിത്ത് ഇറ്റ് ആൻഡ് ഇറ്റ് ആസ് ഓൺ എനി പർട്ടിക്കുലർ ഡേറ്റ്. അക്കൗണ്ട് റിസീവബിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡെപ്റ്റേഴ്സിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം. ഡെപ്റ്റേഴ്സ് ആരാണ്? നമുക്ക് പണം തരാനുള്ളവർ. അപ്പോൾ അവരെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ പറയുന്ന പേരാണ് അക്കൗണ്ട് റിസീവബിൾ. അതിനകത്ത് ബിൽസ് റിസീവബിൾ ഉൾപ്പെടുന്നുണ്ട്. ബിൽസ് റിസീവബിൾ എന്താണെന്ന് പറഞ്ഞാൽ ഓർക്കുന്നുണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് ഒരു എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കടം നമ്മൾ കൊടുത്താൽ, അതായത് നമ്മൾ സാധനം കടമായിട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഈടൊന്നും നിന്നിട്ടില്ല, പക്ഷേ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ബില്ല് ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ളൊരു എഗ്രിമെൻ്റ് ഉണ്ട്. അപ്പോൾ എഗ്രിമെൻറ്റിൻ്റെ പേരിൽ നമ്മൾ മറ്റുള്ളവർക്ക് കടം കൊടുത്താൽ അതാണ് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ എഗ്രിമെൻറ്റിൻ്റെ പേരിൽ കൊടുത്തതും അല്ലാതെ വെറുതെ വെറുതെ ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നതുമായ എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും കൂടെ മൊത്തത്തിൽ പറയുന്ന പേരാണത് അക്കൗണ്ട്സ് റിസീവബിൾ. അപ്പോൾ ഈ അക്കൗണ്ട് റിസീവബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും പൈസ കിട്ടാനുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് കിട്ടാനുള്ളവരുടെ മൊത്തത്തിലുള്ള തുകയാണ് അക്കൗണ്ട് റിസീവബിൾ. അപ്പോൾ അക്കൗണ്ട് പേയബിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. എന്താണ്? അക്കൗണ്ട് പേയബിൾ ഇസ് ദ ടോട്ടൽ ഓഫ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ ഓഫ് ദി ബിസിനസ് ആസ് എനി ഡേറ്റ്. ഏതെങ്കിലും ഒരു പ്രത്യേക ഡേറ്റിൽ ബിസിനസ് സ്ഥാപനം മറ്റുള്ളവർക്ക് പണം കൊടുക്കാനുള്ളവരുടെ മുഴുവൻ ടോട്ടലാണ് അക്കൗണ്ട്സ് പേയബിൾ. അത് ബിൽസ് പേയബിളും ക്രെഡിറ്റേഴ്സും വരാം. ക്രെഡിറ്റേഴ്സ് ആരാണ്? നമ്മൾ പണം കൊടുക്കേണ്ടവരാണ്. നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്നുള്ള ടൈം പഠിച്ചില്ലല്ലേ? ഓക്കെ. അപ്പോൾ ക്രെഡിറ്റേഴ്സിലേക്ക് വന്ന് അക്കൗണ്ട്സ് റിസീവബിളിൻ്റെ തൊട്ട് താഴെ ക്രെഡിറ്റേഴ്സ്.
ക്രെഡിറ്റേഴ്സ് ആർ പേഴ്സൺസ് ഓർ അതർ എൻറ്റിറ്റീസ് ഹു ഹാവ് ക്ലെയിം ഫോർ മണി എഗെയിൻസ്റ്റ് ദ ബിസിനസ് ഫോർ എനി ഗുഡ്സ് സപ്ലൈഡ് ഓർ സർവീസ് റെൻറ്റഡ് ബൈ ദം ഓൺ ക്രെഡിറ്റ്. അപ്പോൾ നമ്മൾ ഡെപ്റ്റേഴ്സ് ആരാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഡെപ്റ്റേഴ്സ് ആരാണ്? ബിസിനസ്സിന് പണം തരാനുള്ളവർ. എന്തുകൊണ്ട് പണം തരേണ്ടതുണ്ട്? നമ്മൾ അവർക്ക് സാധനം കടമായിട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെ സേവനം കടമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ നേരെ തിരിച്ച് സംഭവിക്കുന്നു. നമ്മൾ ആരോടെങ്കിലും സാധനം വാങ്ങിച്ചിട്ടുണ്ട് കടമായിട്ട്. ബിസിനസ് സ്ഥാപനം പുറത്തുനിന്ന് ആരോടെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്? കടമായിട്ട് സാധനങ്ങളോ സേവനങ്ങളോ കൈപ്പറ്റിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? പണം കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ലിസ്റ്റാണ് അങ്ങനെയുള്ളവരെ നമ്മൾ ബിസിനസ് സ്ഥാപനം പറയുന്ന പേരാണെന്ത്? ക്രെഡിറ്റേഴ്സ്. ഇപ്പോൾ ക്രെഡിറ്റേഴ്സ് നമ്മുടെ ആരാണ്? നമ്മുടെ ബാധ്യതയാണ്. കാരണം നമ്മൾ അവർക്ക് പൈസ കൊടുക്കണം. അവരെപ്പോൾ ചോദിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം? പൈസ കൊടുക്കണം. അപ്പം എന്ന് പറയുമ്പോൾ ഹൂ ഹാവ് ക്ലെയിം ഫോർ മണി എഗൻസ്റ്റ് ബിസിനസ് ആണ്. ബിസിനസ്സിനെതിരെ അവകാശവാദം ഉന്നയിക്കാൻ കഴിവുള്ളവരാണ്. അല്ലെങ്കിൽ ബിസിനസ്സിനെതിരെ നമ്മൾ ചോദിച്ചാൽ അവർ കൊടുക്കണം. നമ്മൾ കൊടുക്കണം. അവർ ചോദിച്ചാൽ നമ്മൾ കൊടുക്കണം. അപ്പം നമുക്കെതിരെ അവർക്ക് ക്ലെയിമുണ്ട്. അതാണ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സും ഡെപ്റ്റേഴ്സിനും വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ബാധ്യതയാണ്. നമ്മളെപ്പോൾ അവരെപ്പോൾ ചോദിച്ചാലും നമ്മൾ പൈസ കൊടുക്കണം. അപ്പോൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയാൻ എന്താ അർത്ഥം? നമുക്ക് പണം തരാനുള്ളവരാണ്. അപ്പോൾ അതൊരു നമ്മുടെ ഒരു അസറ്റല്ലേ. അതായത് ഇത്ര രൂപ നമുക്ക് തരാനുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് കിട്ടാനുള്ള പൈസയാണ്. കിട്ടാനുള്ള പൈസ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അസറ്റാണല്ലേ. നോക്കണ്ടോ? അപ്പോൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ബാധ്യതയാണ്. എങ്ങനെയാണ് ക്രെഡിറ്റേഴ്സ് വരുന്നത്? നമ്മൾ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ബിസിനസ്സിലേക്ക് കടമായിട്ട് സാധനങ്ങളോ സേവനങ്ങളോ കൈപ്പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അവർക്ക് പൈസ കൊടുക്കണം. പക്ഷെ നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്തിട്ടില്ല? പണം കൊടുത്തിട്ടില്ല. അപ്പോൾ അവരെ പറയുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ്. അക്കൗണ്ട്സ് പേയബിൾ എന്താണ്? ക്രെഡിറ്റേഴ്സിൻ്റെ ടോട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അക്കൗണ്ട്സ് പേയബിൾ ഈസ് ദ ടോട്ടൽ ഓഫ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ ഓഫ് ദ ബിസിനസ് ആസ് ഓൺ എനി ഡേറ്റ്. ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് എന്താ അർത്ഥം? നമ്മൾ എഗ്രിമെൻ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന ദിവസത്തിൽ ഇന്ന ഡേറ്റിൽ പണം തന്നുകൊള്ളാം എന്നുള്ള ഒരു എഗ്രിമെൻറ്റ്, ഒരു മുദ്രപത്രം പോലുള്ള എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എഗ്രിമെൻറ്റ് അവരുടെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ അക്കൗണ്ട് പേയബിൾ, മനസ്സിലായ? ബിൽസ് പേയബിൾ എന്ന് വെച്ചാൽ. അപ്പോൾ ഈ എഗ്രിമെൻറ്റുമായിട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? പണം കൊടുക്കണം. നമ്മൾ കൊടുക്കാൻ പരാജയപ്പെട്ടാൽ നമുക്കെതിരെ കേസിനൊക്കെ കൊടുക്കാനുള്ള ലീഗൽ റൈറ്റ് അവർക്കുണ്ടോ. അപ്പം നമ്മൾ കൊടുക്കേണ്ട ക്രെഡിറ്റേഴ്സും നമ്മൾ കൊടുക്കേണ്ട ബിൽസ് പേയബിളും കൂടി ചേർന്ന് പറയുന്ന പേരാണ് അക്കൗണ്ട്സ് പേയബിൾ. മനസ്സിലായോ? അപ്പോൾ അക്കൗണ്ട് റിസീവബിൾ എന്താണ്? ഡെപ്റ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾ. അക്കൗണ്ട് പേയബിൾ ക്രെഡിറ്റേഴ്സ് പ്ലസ് ബിൽസ് പേയബിൾ. മനസ്സിലായോ? പർച്ചേസ് എന്താണെന്ന് പഠിച്ചു? സെയിൽ, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, അക്കൗണ്ട് റിസീവബിൾ, അക്കൗണ്ട്സ് പേയബിൾ. മനസ്സിലായോ? അടുത്തത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഗ്യാപ്പ് എന്നാണ് അതിന് പറയുന്നത്. ഗ്യാപ്പ്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, ഗ്യാപ്പ്. എന്താണ് ഗ്യാപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? The rules and guidelines used in preparing accounting reports are termed as generally accepted accounting principles. മനസ്സിലായോ? അതായത് രണ്ട് കാര്യങ്ങളാണ്. റൂൾസ് ആൻഡ് ഗൈഡ്ലൈൻസ്, നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ പ്രിപ്പയറിങ് അക്കൗണ്ടിങ് റിപ്പോർട്ട്സ്, അക്കൗണ്ടിങ് രേഖകൾ അല്ലെ അക്കൗണ്ടിങ് ഡോക്യുമെൻറ്റ്സിൽ തയ്യാറാക്കാനായിട്ട് നമുക്കുള്ള റൂൾസ്, ഗൈഡ്ലൈൻസ്, ഇവയെല്ലാം കൂടി ചേർന്ന് പറയുന്നതാണ് generally accepted accounting principles. There are certain guidelines and practices that are followed while recording transaction and in preparing finance statement. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ നമ്മുടെ സാമ്പത്തിക സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ തയ്യാറാക്കാനായിട്ട് നമ്മളെ നയിക്കുന്ന അല്ലെ നമ്മൾ പരിഗണിക്കേണ്ട, നമ്മൾ പിന്തുടരേണ്ട ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്, ചില പ്രാക്ടീസസ് ഉണ്ട്. അപ്പോൾ ആ പ്രാക്ടീസസിനെ എല്ലാം കൂടെ പറയുന്ന പേരാണ് ജനറലി accepted accounting principles ഉദ്ദേശിക്കുന്നത്. Such guidelines and practices have been developed on the basis of globally accepted accounting standards. ഇത് ഏതെങ്കിലും ലോക്കൽ ഏരിയയിൽ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നതല്ല. ഇത് ആഗോളതലത്തിൽ അംഗീകരിച്ചിരിക്കുന്ന ആഗോളതലത്തിൽ ഇതിനെ അംഗീകരിക്കപ്പെട്ടതാണ്. ഗ്ലോബലി അക്സെപ്റ്റഡ് ആണ് എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തുമുള്ള അക്കൗണ്ടിങ് അല്ലെ അക്കൗണ്ടന്റുമാർ അംഗീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ രാജ്യക്കാർ അംഗീകരിച്ചിരിക്കുന്ന ചില പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ തത്വങ്ങൾ അല്ലെങ്കിൽ ഗൈഡ്ലൈൻസിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമല്ല ഇതിൻ്റെ ഒരു വ്യാപ്തി ഒതുങ്ങി നിൽക്കുന്നത്. ശരി, അതിനകത്ത് അപ്പം നമ്മൾ ഈ അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സിലൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ പിൻപറ്റേണ്ട കുറേ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനെല്ലാം കൂടെ നമ്മൾ ഒന്ന് സമ്മറൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? പ്രധാനപ്പെട്ട 4 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയേ. അക്കൗണ്ടിങ് അസംഷൻസ് ഉണ്ട്.
2 അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, മോഡിഫൈങ് പ്രിൻസിപ്പിൾസ് ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഇവയെല്ലാം ഈ പറഞ്ഞ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനകത്ത് വരുന്നതാണ്. താഴെ പറയുന്ന ചാർട്ടിൽ ഈ കാര്യങ്ങളുടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്യാപ്പിനകത്ത് വരുന്ന 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? അസംഷൻസ് ഉണ്ട്, പ്രിൻസിപ്പിൾസ് ഉണ്ട്, മോഡിഫൈങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അസംഷൻസ് എന്ന് പറയുന്ന അർത്ഥം ചില സങ്കല്പങ്ങൾ അല്ലേ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? അക്കൗണ്ടിങ് എൻറ്റിറ്റി, മണി മെഷർമെൻറ്റ്, ഗോയിങ് കൺസേൺ ആൻഡ് അക്കൗണ്ടിങ് പീരീഡ്. ഇതെല്ലാം അക്കൗണ്ടിങ്ങിൽ വരുന്ന ചില അസംഷൻസ് ആണ്. ഇനി പ്രിൻസിപ്പിൾസ് എന്താണ്? ഡ്യൂൽ ആസ്പെക്റ്റ്, വെരിഫയബിലിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി എവിഡൻസ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, റവന്യൂ റെക്കഗ്നിഷൻ, മാച്ചിങ് ആൻഡ് ഫുൾ ഡിസ്ക്ലോഷർ. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഇനി മോഡിഫൈങ് പ്രിൻസിപ്പിൾസ് എന്താണ്? മോഡിഫൈങ് പ്രിൻസിപ്പിൾസ് മെറ്റീരിയാലിറ്റി, കൺസിസ്റ്റൻസി, prudence, timelines, substance over form, variation in accounting practices. അടുത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂഡ് ബൈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഇഷ്യൂ ചെയ്യുന്നതാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ അസംഷൻസിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അസംഷൻസ് ഓർ കൺസെപ്റ്റ്. അക്കൗണ്ടിങ് അസംഷൻസ് ഓർ കൺസെപ്റ്റ് റെഫേഴ്സ് ടു certain necessary assumptions or conditions on which the accounting system is based. അക്കൗണ്ടിങ് സിസ്റ്റം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന ചില കോൺസെപ്റ്റ് അല്ലെങ്കിൽ ചില സങ്കല്പങ്ങൾ, ഇതിനെയാണ് അക്കൗണ്ടിങ് അസംഷൻസ് അല്ല അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? സർട്ടൻ നെസസറി അസംഷൻസ് ഓർ കണ്ടീഷൻസ്. ഇത് അനിവാര്യമാണ്, നമുക്കിതില്ലാതെ പറ്റത്തില്ല. ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ചില അസംഷൻസ് അല്ലെങ്കിൽ ചില സങ്കല്പങ്ങൾ ചെയ്യാറുണ്ട്. അസംഷൻസ് പ്രൊവൈഡ് ഫൗണ്ടേഷൻസ് ഫോർ ദ അക്കൗണ്ടിങ് പ്രാക്ടീസസ്. ഈ അസംഷൻ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് രീതികൾക്കൊരു അടിസ്ഥാനമാണ്, ഫൗണ്ടേഷൻസ് ആണ്. ഒരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ബേസ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില അസംഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില അസംഷൻസ് ഏതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്? ദ ഫോളോയിങ് ആർ സം ഓഫ് ദ മേജർ ആൻഡ് ജനറലി അക്സെപ്റ്റഡ് അസംഷൻസ്. പൊതുവായി സ്വീകാര്യമായ ചില അസംഷൻസ് താഴെ പറയുന്നവയാണ്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന അസംഷൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ? അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ട വിധം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് നമ്മൾ പൊതുവെ പറഞ്ഞു വെക്കുകയാണ് ഇവിടെ അസംഷൻസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് നോക്കിയേ. അണ്ടർ ദിസ് കൺസെപ്റ്റ്, ഫസ്റ്റ് ഇതാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ്. Under this concept, it is assumed that business unit is distinct and completely separate from its owners. അപ്പോൾ അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത് അർത്ഥം ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് ഈ കൺസെപ്റ്റ് പറയുന്നത്. ബിസിനസ് സ്ഥാപനം എങ്ങനെയാണ്? ഒരു ബിസിനസ് യൂണിറ്റ്, ബിസിനസ് സ്ഥാപനം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. അതിൻ്റെ ഉടമസ്ഥരിൽ നിന്നും തികച്ചും വ്യത്യസ്തപ്പെട്ടതാണ്. മനസ്സിലായി? ഉടമസ്ഥരും ബിസിനസ്സുകാരും ബിസിനസ്സും രണ്ടും രണ്ടാണ്. അതാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദ ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് എ യൂണിറ്റ് ഓർ എൻറ്റിറ്റി സെപ്പറേറ്റ് ഫ്രം ദ പേഴ്സൺസ് ഹു ഓൺ ഇറ്റ്. നമുക്കറിയാം, ഒരു ബിസിനസ് തുടങ്ങുന്നവരാണല്ലോ അതിൻ്റെ ഉടമസ്ഥർ. അപ്പോൾ ഒരു ബിസിനസ്സും ഒരു ഉടമസ്ഥരും തമ്മിൽ രണ്ടും രണ്ടായിട്ട് നമ്മൾ സാധാരണ കാണാറില്ല അല്ലേ. പക്ഷേ അക്കൗണ്ടിങ്ങിൽ അങ്ങനെയല്ല കാണുന്നത്. അക്കൗണ്ടിങ്ങിൽ എന്ന് പറയുമ്പോൾ ബിസിനസ് ഒന്ന്, ബിസിനസ് സെപ്പറേറ്റ് എൻറ്റിറ്റി, അല്ലെങ്കിൽ ബിസിനസ് സെപ്പറേറ്റ് സ്ഥാപനം, ബിസിനസ്സുകാരെ മറ്റൊന്ന്. മനസ്സിലായോ? അപ്പോൾ അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബിസിനസ്സും ബിസിനസ്സുകാരും രണ്ടും രണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് അനുസരിച്ച് എന്താണ്? അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അനുസരിച്ച് ബിസിനസ്സുകാരും രണ്ടും രണ്ടാണ്, സെപ്പറേറ്റ് ആണ്. സാധാരണ ഇതിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊന്നും പരിഗണിക്കാറില്ല. ഒരു സാധാരണ അർത്ഥത്തിൽ ഒരാളുടെ ബിസിനസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഒരു എൻറ്റിറ്റി ഉണ്ടെന്നും പറയാറില്ലല്ലോ. അയാളുടെ തന്നെയാണ് ബിസിനസ്. പക്ഷേ ഇവിടെ അക്കൗണ്ടിങ്ങിലേക്ക് വന്നാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ പരിഗണിക്കപ്പെടുക? ബിസിനസ് എന്താണോ അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി, പിന്നെ ബിസിനസ്സുകാർ അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നവരും, ഇവർ രണ്ടും രണ്ടായിട്ടാണ്, രണ്ട് എൻറ്റിറ്റി ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അതിനെയാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. ദിസ് ഇസ് ഓൾസോ നോൺ ആസ് എ കൺസെപ്റ്റ് ഓഫ് മോണിറ്ററി എക്സ്പ്രഷൻ. ആസ് പെർ ദിസ് കൺസെപ്റ്റ്, ട്രാൻസാക്ഷൻ ദാറ്റ് ക്യാൻ ബി മെഷർഡ് ഇൻ ടേംസ് ഓഫ് മണി ഓൺലി ആർ റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. നമ്മൾ അക്കൗണ്ടൻസിയിൽ അല്ലെ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുന്ന ഇടപാടുകൾ ഏത് മാത്രമേ ഉള്ളൂ. ഏത് ഇടപാടാണെങ്കിലും അതിനെ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്ന ഒരു ഇടപാട് മാത്രമേ നമ്മൾ രേഖപ്പെടുത്തിയുള്ളൂ. മനസ്സിലായോ? പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്ന ഇടപാടുകൾ മാത്രമാണ് നമ്മൾ രേഖപ്പെടുത്തുക. അതാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. പണം കൊണ്ട് നമുക്ക് അളക്കാൻ കഴിയണം.
മനസ്സിലായല്ലോ. അടുത്തത് ഗോയിങ് കൺസെൻറ്റ് കൺസെപ്റ്റ്. ആസ് പെർ ദിസ് കൺസെപ്റ്റ് ബിസിനസ് യൂണിറ്റ് ഈസ് അസ്യൂംഡ് ടു ഹാവ് ആൻ ഇൻഡിഫിനിറ്റ് ലൈഫ്. ഇറ്റ് ഈസ് ഡീംഡ് that there is no intention or necessity to wind up the business activity in the immediate future. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രത്യേകത അത് എന്നും നിലനിൽക്കാനുള്ളതാണ്, അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ലൈഫാണ്. അതായത് നമ്മളൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ഭാവിയിൽ നിർത്തും എന്നുള്ളൊരു ചിന്ത ഇല്ല, അല്ല അങ്ങനെ ചിന്തിക്കുന്നില്ല, അല്ല അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇൻഡെഫിനിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്നും നിലനിൽക്കുന്നതായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോ ഇൻറ്റൻഷൻ ഓർ നെസസിറ്റി ടു വൈൻഡ് അപ്പ് ദ ബിസിനസ് ആക്ടിവിറ്റി ഇൻ ദ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ ബിസിനസ് അവസാനിപ്പിക്കുന്നോ അല്ലെങ്കിൽ കുറച്ച് കാലത്തിന് ശേഷം ബിസിനസ് നിർത്തുമെന്നോ എന്നൊരു ചിന്തയോടെ എല്ലാവരും ബിസിനസ് തുടങ്ങുക. ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് എന്നും നിലനിൽക്കും. ഹെൻസ് ദ ഫേമസ് സ്റ്റേറ്റ് ആസ് എ കണ്ടിന്യൂയിങ് വൺ ഫോർ ലോങ്. ദീർഘകാലത്തേക്കുള്ള ഒന്നായിട്ടാണ് ബിസിനസ്സിനെ പരിഗണിക്കപ്പെടുക. അപ്പോൾ ബിസിനസ് എന്നും ഉള്ളതാണ്, ബിസിനസ് എന്നും നിലനിൽക്കുന്നതാണ് എന്ന അർത്ഥത്തിലാണ് ഈ കൺസെപ്റ്റ് പരിഗണിക്കുന്നത്. അടുത്ത അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. ദ പീരീഡ് ഓഫ് ഇൻ്റർവൽ ഫോർ വിച്ച് അക്കൗണ്ട് ഈസ് കെപ്റ്റ് ഫോർ അസർട്ടൈനിങ് ദ റിസൾട്ട് ഓഫ് ബിസിനസ് ഡ്യൂറിങ് ദ പീരീഡ് ഈസ് കോൾഡ് അക്കൗണ്ടിങ് പീരീഡ്. ബിസിനസ്സിൻ്റെ റിസൾട്ട് നമ്മൾ അളക്കുന്ന, ബിസിനസ്സിൻ്റെ ഫലം അളക്കുന്ന ആ ഒരു കാലയളവിനെയാണ് എന്ത് പറയുന്നത്? ബിസിനസ് അക്കൗണ്ടിങ് പീരീഡ് ഉദ്ദേശിക്കുന്നത്. ദ പീരീഡ് ഓഫ് ഇൻ്റർവൽ ഫോർ വിച്ച് അക്കൗണ്ട് ഈസ് കെപ്റ്റ്. അക്കൗണ്ട് സൂക്ഷിക്കുന്ന ഒരു കാലയളവ്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ റിസൾട്ട് അളക്കുന്ന, ഒരു ബിസിനസ്സിൻ്റെ ഫലം അളക്കുന്ന ഒരു കാലയളവ്, അതിനെയാണ് അക്കൗണ്ടിങ് പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. യൂഷ്വലി എ പീരീഡ് ഓഫ് 365 days ഓർ 52 weeks ഈസ് കൺസിഡർ ആസ് എ ഫെയർ ഇൻ്റർവൽ. സാധാരണ ഇതിൽ ബിസിനസ്സിൻ്റെ ഒരു ന്യായമായ കാലയളവ് എന്ന് പറയുമ്പോൾ ഒരു വർഷം, അല്ലെങ്കിൽ 52 ആഴ്ച. 52 ആഴ്ച എന്ന് പറയുന്നത് ഒരു വർഷം തന്നെയാണ്. അപ്പോൾ ഒരു വർഷത്തെയാണ് അക്കൗണ്ടിങ് പീരീഡ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു അക്കൗണ്ടിങ് ഇയർ എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. അപ്പം ഒരു അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിനെ എപ്പോഴും ഒരു കാലയളവ് വെച്ചിട്ടാണ്. ബിസിനസ്സിൻ്റെ പ്രോഫിറ്റൊക്കെ ഡിസ്ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു വർഷത്തെ പ്രോഫിറ്റ് എന്നല്ല പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ കാരണം ഇതാണ്, ഒരു വർഷത്തെ പ്രോഫിറ്റ്, ഒരു വർഷത്തെ നഷ്ടം, ലാഭം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ബിസിനസ്സിൻ്റെ അസംഷൻസ്. ഏതൊക്കെയാണ് അസംഷൻസ്? അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ബിസിനസ്സുകാരൻ രണ്ടാണ്. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, അതായത് ബിസിനസ്സിലെ ഇടപാടുകൾ അല്ലെങ്കിൽ രേഖപ്പെടുന്ന ഇടപാടുകളെല്ലാം പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. ഗോയിങ് കൺസെൻറ്റ് കൺസെപ്റ്റ്, ബിസിനസ് എന്നും നിലനിൽക്കുന്നതാണ് നമ്മൾ പരിഗണിക്കുന്നു. അക്കൗണ്ടിങ് പീരീഡ്, ബിസിനസ്സിനൊരു കാലയളവുണ്ട്, അത് ഒരു വർഷമാണ് അക്കൗണ്ടിങ് പീരീഡ്. ശരി, ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് കൃത്യമായിട്ട് ഇന്ന് തന്നെ എല്ലാവരും അയക്കാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു.